ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെയുണ്ട്? ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാനാണ് ഞാൻ വന്നത്. രാവിലെ എണീറ്റപ്പോൾ ഇതാണ് കണ്ടത്, ഇവൻ്റെ കളി. അത് കഴിഞ്ഞ് അടുക്കളയിൽ പോയപ്പോൾ നല്ല വെണ്ടയ്ക്ക മെഴുക്കുരുട്ടി ഉണ്ടായിരുന്നു. പിന്നെ അത് നമുക്ക് ആദ്യം ദോശ ചുടാന്നായിരുന്നു പ്ലാൻ. അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ തടവി നല്ല ദോശ ഒഴിച്ച് എല്ലാം റെഡിയാക്കി വന്ന് ചൂടാക്കിയപ്പോൾ ദോശ ഇളവുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണ് ചെയ്തത്. സാധാരണ എല്ലാ വീട്ടിലെ പോലെ ദോശ പ്ലാൻ ഫ്ലോപ്പായ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇഡ്ഡലി പ്ലാൻ പിടിക്കും. അങ്ങനെ നമ്മളും ഇഡ്ഡലി പ്ലാൻ പിടിച്ചു. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇവിടെ എനിക്ക് ലഞ്ച് ബോക്സിന് കൊണ്ടുപോകാനുള്ള മീൻ പൊരിക്കുന്നുണ്ടായിരുന്നു. നല്ല മണമായിരുന്നു. പിന്നെ ഇന്ന് ദോശയുടെ കൂടെ തിന്നാൻ നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കിയത്. അത് ഫ്ലോപ്പായല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബ്രഷ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് വീഡിയോയിൽ കണ്ട പോലെ നല്ല ചോറും പിന്നെ നേരത്തെ പൊരിച്ച മീനും ഉണ്ടായിരുന്നു. കൂടാതെ എന്തോ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി പെട്ടെന്ന്. വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടായിരുന്നു. പിന്നെ കൂടെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സാമ്പാർ ആയതുകൊണ്ട് ഞാൻ സാമ്പാർ കൊണ്ടുപോയി. എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സാമ്പാർ ഒഴിച്ചിട്ട് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളുടെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ഇഡ്ഡലി ഞാൻ 3 ഇഡ്ഡലിയും എടുത്തു. പിന്നെ കുറച്ച് സാമ്പാർ, കുറച്ചധികം സാമ്പാർ എടുത്ത് എനിക്കിതിൻ്റെ കൂടെ ഇങ്ങനെ കടൽ പോലെ ആക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അത് ഞാൻ കഴിച്ചു തീർത്തു. പിന്നെ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം, എനിക്ക് എത്ര സമയം രാത്രി കിട്ടിയാലും ഞാൻ രാവിലെ എൻ്റെ ടൈം ടേബിൾ നോക്കി ബുക്ക് പറക്കി വയ്ക്കും. അങ്ങനെ ഞാനൊരു ടൈം ടേബിൾ നോക്കി ബുക്ക് പറക്കി വയ്ക്കുന്നതാണ് ഇപ്പോൾ. അങ്ങനെ കൊണ്ടുപോകാനുള്ള ബുക്കുകളൊക്കെ എന്താണെന്നൊക്കെ നോക്കിയിട്ട് എടുത്തു വയ്ക്കുകയാണ്. ഇന്ന് 2-3 വിഷയമേ ഉള്ളൂ എന്ന് തോന്നുന്നു. കുറച്ച് ബുക്ക് തന്നെ എടുത്തോളൂ. പിന്നെ നമ്മൾ നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി. ഇന്ന് നമ്മൾ യൂണിഫോം ഇട്ടുകൊണ്ട് പോകുന്ന ദിവസമാണ്. ഇതാണ് നമ്മുടെ യൂണിഫോം. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അപ്പം ഞാൻ മാറ്റിയിട്ട് വരാം. അങ്ങനെ യൂണിഫോം ഇട്ടതിൻ്റെ സന്തോഷമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. എൻ്റെ യൂണിഫോമിൽ കോട്ടിലെ പോക്കറ്റൊക്കെ അതിൻ്റെ പ്രകടനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഞാൻ തല കെട്ടാൻ പോയി. ഞാനിങ്ങനെ ചപ്പിച്ചൊതുക്കി കെട്ടിക്കൊണ്ടാണ് പോവാറ്. പണ്ട് ഞാൻ നല്ല വെറളിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഈ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കും. രാവിലെ ഞാൻ പോയപ്പോൾ എൻ്റെ യൂണിഫോമിൻ്റെ മൊത്തത്തിലുള്ള ഇത് കാണിച്ചു തരാൻ ഞാൻ മറന്നുപോയി കേട്ടോ. എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ യൂണിഫോം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിലെ രാവിലെ കണ്ട പൂച്ചയില്ലേ, അവൻ മരത്തിൻ്റെ മണ്ടയിൽ കയറി നിന്ന് സാഹസങ്ങൾ കാണിക്കുന്നു. അങ്ങനെ പിന്നെ അവനെ കൂടെ വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്. അവൻ നിൽക്കുന്ന മരത്തിൻ്റെ ചില്ല നമ്മളിങ്ങനെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ വീഴാൻ പോകുമ്പോൾ പിടിക്കുന്ന ആ ഒരു ഇതാണ് നിങ്ങൾ കണ്ടത്. നല്ല മീൻ പൊരിച്ചതുണ്ട് ഗായ്സ്. ചോറ് കണ്ടപ്പോൾ ചോറ് തിന്നാന്ന് വിചാരിച്ചു ഗായ്സ്. ഞാൻ ചോറ് തിന്ന് ഫ്രഷായതിന് ശേഷമാണ് ഒരു വീഡിയോയും എടുത്തില്ല. ഞാൻ എല്ലാം എടുക്കാൻ മറന്നുപോയി ഗായ്സ്. ഞാൻ എല്ലാം എടുത്തിട്ടുണ്ടെന്ന് ഇപ്പോൾ എഡിറ്റ് ചെയ്യായിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അയ്യോ, ഞാൻ ഒന്നും എടുത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ ഒന്നും എടുത്തില്ല. പിന്നെ അതിനുശേഷം ഞാൻ ചോറ് കഴിച്ച് കുറച്ച് നേരം പഠിച്ച് കിടന്നുറങ്ങി. എന്തായാലും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.